പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. മലയിലെ പ്രസംഗത്തിൻ്റെ സമാപനമാണിത്. ഇപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ടു, യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, അത് പോരാ, ഫലം പുറപ്പെടുവിക്കണം. ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാകണം. എന്താണ് ഫലം? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകണം. ദൈവത്തിന് വചനം കേൾക്കുക, അത് സ്വീകരിക്കുക എന്നും പ്രസക്തമാണ്. യേശു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചായിരുന്നു ഗലീലയിൽ, പക്ഷേ മാനസാന്തരം ഉണ്ടായില്ല, എല്ലാം നശിപ്പിക്കപ്പെട്ടു. എന്ന് പറയുന്നത് പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ നീതി, കാരുണ്യം, വിശ്വസ്തത, സ്നേഹം, സമാധാനം, ക്ഷമ, ഇതൊക്കെയല്ലേ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ പ്രസംഗം കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അത്ഭുത പ്രവർത്തനം കൊണ്ടോ ഒന്നും ഫലമുണ്ടാവില്ല. ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന ഹൃദയത്തിലാണ്. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാതെ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടാലും കേട്ടാലും ഉപകാരം ഉണ്ടാവില്ല. അത് ഉപദ്രവമാകും. കൂടുതൽ കിട്ടിയവരോട് കൂടുതൽ ചോദിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും എത്രയോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു, ഇതുമാത്രം ധ്യാന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നു, കേന്ദ്രങ്ങൾ വികസിക്കുന്നു. പക്ഷേ യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ സമൂഹത്തിൽ? അപ്പോൾ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ കഫർനാമം സംഭവിച്ച് നമുക്ക് സംഭവിക്കും. ഉണ്ടാവാതിരിക്കട്ടെ. യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയുമെന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. നരകാഗ്നിയിലേക്ക് ഉള്ള ആ ഒരു ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥമായ ഫലം, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഈ ഫലങ്ങളില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഫലശൂന്യമാകും. അത് നാശത്തിലേക്കായിരിക്കും പോവുക. അതുണ്ടാകാതിരിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ കേൾക്കാൻ മാത്രമല്ല, ഇതിൽ മാറ്റമുണ്ടാകാനും ഫലം പുറപ്പെടുവിക്കാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക